ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണത്തിന് ശേഷം അവിടുത്തെ എന്നല്ല കേരളത്തിലുള്ള സകലമാന ക്ഷേത്രങ്ങളിലെയും വിലപിടിപ്പുള്ള സ്വത്തുക്കളും അതുപോലെ സ്വർണ്ണാഭരണങ്ങളിലെയും കുറിച്ച് പലർക്കും ഇപ്പോൾ സംശയം ഉണ്ടാവുകയാണ്. സംശയം ഉണ്ടാകുന്നതൊന്നും ഒരു തെറ്റായ കാര്യമൊന്നുമല്ല. കാരണം വളരെ പവിത്രമായിട്ട് നിൽക്കുന്ന കാനന ക്ഷേത്രമായ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന സന്നിധാനത്ത് അവിടെ നിന്ന് സ്വർണ്ണപ്പാളികൾ നീക്കം ചെയ്ത് ചെമ്പുപാളികൾ പുറമേ പൂശൽ മാത്രം നടത്തി കൊണ്ടുവന്ന് തിരിച്ച് വയ്ക്കുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൻ കൊള്ള തന്നെ, പകൽ കൊള്ളയാണ് നടന്നത്. ഇപ്പോൾ നമുക്കവിടെ സംശയിക്കേണ്ടതായ നിരവധി കാര്യങ്ങൾ വേറെയുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അയ്യപ്പ വിഗ്രഹത്തിൽ അണിയിക്കുന്ന യോഗദണ്ഡും രുദ്രാക്ഷമാലയുടെ കാര്യവും പറഞ്ഞു. ഇതുകൂടാതെ ഇപ്പൊ എല്ലാ ക്ഷേത്രങ്ങളിലും അറിയാം ഈ ശീവേലി വിഗ്രഹമുണ്ട്. ശിവേലി വിഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രധാന പ്രതിഷ്ഠയുടെ അടുക്കൽ തന്നെ ആയിരിക്കും വെച്ചിരിക്കുക. ഇത് ശീവേലി സമയത്ത് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും പ്രദക്ഷിണം വയ്ക്കും. അപ്പോൾ ആ ശീവേലി വിഗ്രഹം പോലും ശബരിമലയിൽ തന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് BJPയുടെ ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. ആ ആവശ്യം വളരെ ശരിയാണ്. കാരണം ഇത്രയൊക്കെ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അത്തരത്തിലുള്ള വിലയേറിയ വിഗ്രഹവും ഇവർ കൊണ്ടുപോകില്ല എന്ന് എന്തുറപ്പ്? ഇതിന് സമാനമായ മറ്റേതെങ്കിലും ലോഹത്തിൽ നിർമ്മിച്ചൊരു വിഗ്രഹം വെച്ചിട്ട് ഈ വിഗ്രഹം എടുത്തുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇതേപോലുള്ള പക്ക ഫ്രോഡുകൾ അവിടെ ഒക്കെ ഉണ്ടാകും. അവരിതും കൊണ്ടുപോയി കേരളത്തിന് പുറത്ത് വൻ വ്യവസായികളുടെ അടുക്കലും വ്യവസായ സ്ഥാപനങ്ങളിലും ഒക്കെ കൊണ്ടുപോയി ഇതിനെ പൂജിച്ച് അവർക്ക് വേണ്ട അഭിവൃദ്ധി ഇതിലൂടെ കിട്ടുമെന്നുള്ള രീതിയിൽ പണപ്പിരിവ് നടത്തിയോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? ഇതൊക്കെ ഇപ്പോഴുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരിയെയും ചോദ്യം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ തുടർ വിവരങ്ങളൊക്കെ പുറത്തു വരാൻ പോകുന്നത്. അപ്പോൾ ഈ ശീവേലി വിഗ്രഹവും ശബരിമലയിലെ അയ്യപ്പന്റെ വിഗ്രഹത്തിന് തുല്യമായിട്ടുള്ള ശീവേലി വിഗ്രഹം എന്ന് പറഞ്ഞ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളവർ ഇതിനെ പുറത്തു കൊണ്ടുപോയി അത് ദിവ്യത്വമുള്ളതാണ്. അതാണല്ലോ ചെയ്തത് സ്വർണ്ണപ്പാളികളുടെ കാര്യത്തിലും. ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികളാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ലക്ഷങ്ങൾ സമ്പാദിച്ച ഉണ്ണികൃഷ്ണനെ പോറ്റിയെ പോലുള്ളവർ. അപ്പൊ ഇപ്പൊ ഹൈക്കോടതി തന്നെ ഇടപെട്ടിരിക്കുകയാണ്. ഈ പരികർമ്മി മറ്റ് സഹശാന്തിക്കാർ എന്നൊക്കെ പറഞ്ഞ് ധാരാളം പേരുണ്ട്. അത് ഈ മേൽശാന്തിമാർക്ക് നിയമിക്കാം. അതിന് താഴെ വേറെയുള്ള ഒരു 20 പേരെ വരെ. കാരണം ഇവർക്ക് സഹായത്തിന് ആൾ വേണം. അത് ദേവസ്വം ബോർഡ് അതിന് ഒരു നിശ്ചിത തുകയും കൊടുക്കുന്നുണ്ട് ഇവർക്ക്. അത് കൂടാതെ മേൽശാന്തിമാരുടെ വരുമാനത്തിൽ നിന്നും ഇവർക്ക് കിട്ടുന്നുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ദക്ഷിണ മറ്റ് കാര്യങ്ങൾ, അതല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള പരികർമ്മികളെ പോലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതേ സ്വഭാവത്തിലുള്ളവരാണെങ്കിൽ മേൽശാന്തിമാരുടെയും തന്ത്രിയുടെയും മറ്റുമൊക്കെ മുറിയുടെ അടുക്കൽ നിന്നുകൊണ്ട് വരുന്ന കേരളം വിട്ടുവരുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സമ്പന്നന്മാരെ തിരിച്ചറിഞ്ഞ് അവരുടെ പിന്നാലെ കൂടി അവർക്ക് അവിടെ വേണ്ടതായ ചട്ടം കെട്ടിക്കൊടുത്ത് അവർക്ക് വേണ്ട ദർശന സൗകര്യവും പ്രസാദവും ഒക്കെ നൽകി വിടുകയും വീണ്ടും അവർക്കുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ പലരും. അപ്പോൾ അതുകൊണ്ടാണ് കോടതി അത് ഇടപെട്ടിരിക്കുന്നത് അക്കാര്യത്തിൽ. ഓരോ വർഷവും, കാരണം മുൻകാലങ്ങളിൽ കയറിയവർ പോലും ഇപ്പോഴവിടെ ഉണ്ട്. ഈ ദേവസ്വം ബോർഡിന് ജീവനക്കാർക്ക് മൊത്തത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു പേരാണല്ലോ അമ്പലം വിഴുങ്ങികൾ എന്നുള്ളത്.
അത് എത്രയോ കാലങ്ങളായി പറഞ്ഞു വരുന്ന കാര്യമാണ്. ഇതിനകത്ത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അമ്പലക്കള്ളന്മാരെ കൊണ്ട്, അമ്പലം വിഴുങ്ങികളെ കൊണ്ട് ശബരിമല നിറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും ഇപ്പോൾ BJP ഇവിടെ ഒരു സംശയം ഉന്നയിച്ചത്, അത് ഏത് ഭക്തനും സ്വാഭാവികമായിട്ട് ഉണ്ടാകാം. ഇതുപോലെ കാണിക്കപ്പെട്ടിയിലേക്ക് നിക്ഷേപിക്കുന്നത് നമുക്കറിയാം, കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർ തന്നെയാണ്. അവർ പണമായിട്ട് തന്നെ ധാരാളം നോട്ടും കോയിനും ഒക്കെ ആയിട്ട് തന്നെ അങ്ങോട്ടേക്ക് കാണിക്കപ്പെട്ടിയിൽ ഇടുകയാണ്. വർഷത്തിൽ ഒരു തവണ കാണാൻ വരികയാണ്. മറ്റ് ദിവസങ്ങളിൽ അവർ സമ്പാദിച്ചു വെച്ചിട്ടുള്ളതിൽ ഒരു വിഹിതം, തങ്ങളുടെ ബിസിനസ്സിൽ വിജയത്തിന്റെ ഒരു ഭാഗം, തങ്ങളുടെ ഉയർച്ചയിൽ ഉണ്ടായതിൻ്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ അയ്യപ്പനെയും അതിൽ പങ്കാളിയാക്കിക്കൊണ്ടൊരു വിഹിതം അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിൽ ചിലപ്പോൾ നാണയവും രൂപ നോട്ടും ഒന്നും അല്ലാതെ സ്വർണ്ണ കോയിൻ പോലും ഉണ്ട്. അത് ഈ കാണിക്കപ്പെട്ടിയിലേക്ക് വീണ് കഴിഞ്ഞാൽ വലിയ ഒരു വാർപ്പാണ് വെച്ചിരിക്കുന്നത്. അതുവഴി ഈ താഴേക്ക് ഒരു ബെൽറ്റ് വഴി അങ്ങ് പോവുകയാണ്. താഴെ ഈ പണം എണ്ണുന്ന മുറിയിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. അവിടെയാണ് ഇതെല്ലാം സോർട്ട് ചെയ്തെടുക്കുന്നത്, നോട്ടും കോയിനും. കോയിൻ കഴിഞ്ഞ തവണത്തെ പോലും എണ്ണി തീർക്കാൻ കഴിയാതെ ചാക്കിനകത്താക്കി തൂക്കിയാണ് നിശ്ചയിച്ചത്. എന്നിട്ട് ധനലക്ഷ്മി ബാങ്കിലേക്ക്, ധനലക്ഷ്മി ബാങ്കാണ് ശബരിമലയുടെ ബാങ്ക്, അത് ധനലക്ഷ്മി ബാങ്ക് ശബരിമലയിലെ ഈ വരുമാനം പണം എണ്ണുന്ന ആ മുറിയോടെ തന്നെ ചേർന്ന് തന്നെയാണ് ഈ ധനലക്ഷ്മി ബാങ്കും നിൽക്കുന്നത്. അവിടേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്നീട് കൊണ്ടുപോവുകയാണ് തീർത്ഥാടന കാലം കഴിയുമ്പോൾ ചെയ്യുന്നത്. ഒരു വർഷം നമുക്കറിയാം 300-350 കോടിയാണ് നേരിട്ട് ലഭിക്കുന്നത്. സർക്കാരിന് പൊതുമാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് 1000-1500 കോടി രൂപ വരെ ലഭിക്കുന്നുമുണ്ട്. കാരണം ഒരു ഭക്തൻ എങ്ങനെ നോക്കിയാലും ഒരു 200 രൂപ ആ ഒരു യാത്രയിൽ, അവിടെ ശബരിമല യാത്രയിൽ അവിടെ അവരിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്, നികുതി ഇനത്തിലും മറ്റുമായിട്ട്. അപ്പോൾ ഈ ഭക്തൻ കാണിക്കയായിട്ടിടുന്ന പണത്തിന് സ്വർണ്ണ കോയിൻ വരെ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ചോദിക്കും, സ്വർണം വിലയേറിയതല്ലേ? വിലയേറിയതാണെങ്കിലും അയ്യപ്പനോടുള്ള ഒരു ആദരവും സ്നേഹവും ബഹുമാനവും എല്ലാം കൊണ്ട് ഈ ഭക്തൻ അങ്ങോട്ടേക്ക് സമർപ്പിക്കുക. ആ കാണിക്കയായിട്ട് കിട്ടുന്ന സ്വർണ്ണ കോയിനിൽ പോലും കണക്ക് കൃത്യമായിട്ടില്ല. ഇത് മറ്റു പല കൈകളിലേക്ക് പോലും പോകുന്നു എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ നിന്ന് പലരും പറഞ്ഞറിഞ്ഞിട്ടുള്ള, എനിക്കറിയാവുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ശീവേലി വിഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മൾ എടുക്കേണ്ട മറ്റൊരു കാര്യമാണ്, തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ്, ഏറ്റവും അവസാനത്തെ രാജാവ്, നടക്കി വെച്ചത് ഒരു 450 പവൻ തൂക്കം വരുന്ന തങ്കയങ്കിയാണ്. ഇത് മണ്ഡല പൂജാവേളയുടെ അവസാനം ചാർത്തുന്നതിന് വേണ്ടി സന്നിധാനത്തേക്ക് കൊണ്ടുപോകും. തിരികെ ഇത് കൊണ്ടുവന്ന് 6 മുള സ്ട്രോങ് റൂമിലാണ് സൂക്ഷിക്കുന്നത്. 450 പവൻ. ഇത് ശബരിമലയ്ക്ക് പോകുന്നത് പ്രദർശിപ്പിച്ചുകൊണ്ടാണ്. അതായത് ഒരു പ്രത്യേകമായി തയ്യാറാക്കിയ രഥത്തിലാണ് പേടകം തുറന്നു വച്ചേക്കും. ഭക്തജനങ്ങൾക്ക് ഈ രൂപം ദർശിക്കാം. മടക്കയാത്രയിൽ ഇത് ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക വാഹനത്തിലാണ് ആറന്മുളയിലെത്തി സ്ട്രോങ് റൂമിൽ വയ്ക്കുന്നത്. ഇത് അന്ന് രാജാവ് കൊടുത്ത തങ്കവിഗ്രഹം തന്നെയാണോ ഇപ്പോഴുമുള്ളത്? സംശയിക്കേണ്ടിയിരിക്കുന്നില്ലേ? ഇതാണ് ശബരിമലയിൽ നിന്ന് ഞെട്ടിക്കുന്ന പല വാർത്തകളുമാണ് നമുക്ക് ഇങ്ങനെ അറിയാൻ കഴിയുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.